നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങി ഇറാൻ. അതീവ സുരക്ഷയിലും കനത്ത ജാഗ്രതയിലും ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക. വ്യോമ നിരീക്ഷണവും ജാഗ്രതാ നിർദ്ദേശവും നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സൈന്യത്തോട് ഏതു സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിലായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യ വലിയ ഭീതിയിലാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഭീതിയിലാണ് ലോകവും. ഏതു തരത്തിലും ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമങ്ങളിലാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ലോകരാജ്യങ്ങൾ. ഈ ആഴ്ച തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് US-ന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഇസ്രായേലിലേക്ക് എത്തുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റുമായി ചർച്ചകൾ നടത്തുകയാണ്. അമേരിക്കയുടെ ശക്തമായ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ രാജ്യങ്ങളിലെ ഇസ്രായേൽ എംബസികൾക്ക് കനത്ത സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശവും അമേരിക്ക നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഏറ്റവും ശക്തമായൊരു മുന്നറിയിപ്പാണ് ഈ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിലെയും ഇറാനിലെയും ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം ആ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അവരവരുടെ പേരുവിവരങ്ങൾ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ശക്തമായ നിർദ്ദേശമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇന്ത്യൻ പൗരന്മാർ ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്രകൾ നടത്തരുതെന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു നിർദ്ദേശം കൂടി ഇന്ത്യ നൽകിയിരിക്കുകയാണ്. വളരെ സംഘർഷഭരിതമായ സ്ഥിതിവിശേഷമാണ് ഇറാനിലും ഇസ്രായേലിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാർ ഒരു കാരണവശാലും അടുത്തൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇസ്രായേലിലേക്കോ ഇറാനിലേക്കോ യാത്ര ചെയ്യരുത് എന്ന നിർദ്ദേശം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഇസ്രായേലും ഇറാനും സംയമനം പാലിക്കണമെന്ന് റഷ്യ, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. US സെൻട്രൽ കമാൻഡ് മേധാവി ഇന്നലെ അടിയന്തര സാഹചര്യം വിലയിരുത്താനായി ഇസ്രായേലിലെത്തി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റുമായി അദ്ദേഹം മണിക്കൂറുകൾ ചർച്ച നടത്തി. ഇറാൻ നേരിട്ടായിരിക്കില്ല, ഇറാന്റെ നിഴൽ സംഘടനകളായിരിക്കാം ഇസ്രായേലുമായി യുദ്ധത്തിലേർപ്പെടാനുള്ള സാധ്യതയുള്ളതെന്ന് അമേരിക്ക വിലയിരുത്തുന്നു. ഇസ്രായേലിലെ ഇസ്രായേലിലെ സർക്കാർ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരിക്കും ഇറാന്റെയോ ഇറാനുമായി ബന്ധപ്പെട്ട സംഘടനകളുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഇതോടെ ഗാസയിലെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമേഷ്യയിലാകെ യുദ്ധത്തിൻ്റെ വ്യാപ്തി പടരുമോ എന്നുള്ള ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാനെ പ്രതിരോധിക്കാനായി ഇസ്രായേലിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇടക്കാലത്ത് അമേരിക്കയും ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ടെന്നുമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ 2 ജനറൽമാരടക്കം 13 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ യുദ്ധപ്രഖ്യാപനം. ഇസ്രായേൽ ശിക്ഷിക്കപ്പെടണമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. അതേസമയം തങ്ങളെ ആക്രമിച്ചാൽ ഇറാനുള്ളിൽ കടന്നുകയറി തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മറുപടി. കഴിഞ്ഞ ദിവസമാണ് ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയയുടെ 3 മക്കളും ചെറുമക്കളും അടക്കമുള്ളവർ കൊല്ലപ്പെട്ടത്. യുദ്ധം ആരംഭിച്ച് 6 മാസം പിന്നിടുമ്പോൾ ഇസ്മായിൽ ഹനിയയുടെ 60 ബന്ധുക്കളെയാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത്. അതേസമയം തൻ്റെ മക്കളെ കൊലപ്പെടുത്തിയാൽ യുദ്ധത്തിൽ നിന്നും ഹമാസ് പിന്മാറുമെന്നുള്ളത് വ്യാമോഹമാണെന്നാണ് ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുകയോ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുകയോ ചെയ്യില്ല. വെടിനിർത്തലിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായിട്ടും
ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ 34,000-ലധികം ഗാസയിൽ യുദ്ധത്തിൽ മരണപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്ക്. സ്ത്രീകളും കുട്ടികളുമാണ് അധികവും. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഗാസയിൽ കനത്ത ബോംബാക്രമണവും ഷെല്ലാക്രമണവുമാണ് ഇസ്രായേൽ നടത്തുന്നത്. യു എസ്, ഖത്തർ, ഈജിപ്റ്റ് എന്നിവരുടെ മധ്യസ്ഥതയിൽ ഞായറാഴ്ച മുതൽ കെയ്റോവിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ റംസാൻ ദിനത്തിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവും ഇസ്മായിൽ ഹനിയയുടെ കുടുംബാംഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതും വെടിനിർത്തൽ ചർച്ചകൾക്ക് വലിയ വിഘാതം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 6 ആഴ്ചത്തെ വെടിനിർത്തലിന് പകരമായി 40 ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും ഹമാസിന് മുന്നിൽ അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നോട്ട് വച്ച ഒരു നിബന്ധന. ഇത് ഹമാസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവും ഇസ്രായേൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെയും പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഭാഗമെന്ന് സംശയിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതിനാണ് ലാവെൻഡർ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ശേഷം യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സൈന്യം ലാവെൻഡറിനെ വളരെയധികം ആശ്രയിച്ചിരുന്നു. നാവിഗേഷൻ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്ന ഇറാനിയൻ തിരിച്ചടിയുടെ ഭീഷണിക്ക് മറുപടിയായി IDF GPS ജാമിംഗ് ശ്രമങ്ങൾ ഇതിനകം തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. ഗൈഡഡ് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള വ്യക്തമായ നടപടിയാണ് GPS ജാമിങ്ങിൻ്റെ ഉപയോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഷാഹദ് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്ന പ്രതികാര ആക്രമണത്തിന് ഇറാൻ പദ്ധതിയിടുന്നതായി US രഹസ്യാന്വേഷണ സംഘത്തിൻ്റെ വിവരമാണ് നിലനിൽക്കുന്നത്. സമയവും ലക്ഷ്യവും അജ്ഞാതമാണെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ ഡമാസ്കസ് ആക്രമണത്തിന് ആനുപാതികമായി ഇസ്രായേൽ നയതന്ത്ര കേന്ദ്രത്തെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ പ്രധാനമായുള്ള മുന്നറിയിപ്പ്.